ഈ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയും, ഈ അച്ഛനമ്മമാരുടെ സ്നേഹത്തിന് മാത്രം കണക്കില്ല, അവരത് വാരിക്കോരി തരും, അവർ മാത്രം ചെയ്തതിന് കണക്ക് പറയില്ല. അതുകൊണ്ട് നമുക്കെന്നും അവരുടെ ഉള്ളിടത്തോളം കാലം നമ്മളെപ്പോഴും സേഫാണ്, അവരാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് എല്ലാം ചെയ്യുന്ന ആൾക്കാർ എന്ന്. അത് സത്യമാണോ? അങ്ങനെ ചെയ്യുന്ന അച്ഛനമ്മമാരില്ലെന്നല്ല, അങ്ങനെ ചെയ്യുന്ന അച്ഛനമ്മമാരുണ്ട്. പക്ഷേ അതല്ലാത്തതായ അച്ഛനമ്മമാരും ഉണ്ട്. കൃത്യമായിട്ട് അവർ ചെയ്തതിനും അവർ സ്നേഹം പ്രകടിപ്പിച്ചതിന് വരെ കൃത്യമായിട്ട് ലോഗ് ബുക്ക് വച്ച് അത് ഭാവിയിൽ കണക്ക് പറയുന്ന അച്ഛനമ്മമാർ തന്നെയാണ് ഇന്നത്തെ 90%. ഇപ്പോൾ മകളോട് പറയാറുണ്ട്, എസ്പെഷ്യലി പെൺമക്കളോട്, നീ അന്ന് 2 ദിവസം വയ്യാതെ കിടന്നപ്പോഴത്തേക്ക് ഞാൻ നിൻ്റെ പിള്ളേരെ ഞാനാണ് നോക്കിയത്, അവർക്ക് ഭക്ഷണം കൊടുത്തത് ഞാനാണ്, നീ ഒന്നും ചെയ്തില്ലല്ലോ, ഞാനാണ് അവരെ സ്കൂളിൽ പറഞ്ഞു വിട്ടത്, ഞാനാണ് ഇതൊക്കെ ചെയ്തത് എന്ന്. അത് കണക്ക് പറച്ചില്ലല്ലേ? പെൺമക്കൾ കല്യാണം കഴിച്ചു വിട്ടാൽ ബാധ്യത തീർക്കുന്നു എന്ന് ചിന്തിക്കുന്ന അച്ഛനമ്മമാർ തന്നെയാണ് ഇന്നും നമ്മുടെ കേരളത്തിൽ ഭൂരിപക്ഷവും. മകൾ വരുന്ന ട്രെയിൻ ഒന്ന് ലേറ്റായാൽ, അല്ലെങ്കിൽ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോയി അന്വേഷിക്കാൻ പോലും ഈ കല്യാണം കഴിഞ്ഞാൽ അന്വേഷിക്കത്തില്ല ഈ അച്ഛനും അമ്മയും. അതെൻ്റെ ജോലിയല്ലെന്നാണ് പറയുന്നത്. അതേസമയം കല്യാണത്തിന് തലേ ദിവസം വരെ അവർക്കൊരു കുഴപ്പമില്ല, അവർ അന്വേഷിക്കും. അത് അവരുടെ ജോലിയാണല്ലോ, അല്ലെങ്കിൽ അവരെ ബാധ്യതയാണ്. ഇതെൻ്റെ ബാധ്യത തീർത്ത് എല്ലാം ഒഴിച്ചു വിട്ടതാണ്, അതിനുശേഷം അവർ ചെയ്യത്തില്ല. എന്നാൽ ഈ മകൾ ഈ അച്ഛനമ്മമാർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നിരിക്കട്ടെ, ഇതിനൊന്നും ഒരിടത്തും ഒരു രേഖയുമില്ല. എന്നാൽ മകൾ ചെയ്തതുകൂടെ അവർ പറയും, അയ്യോ മോൻ്റെ വീട്ടിൽ പോകണം, മകളായിരിക്കണം എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്, തൊട്ടടുത്ത് മോൻ്റെ വീടുണ്ടാവും, ആ മോൻ്റെ വീട്ടിലും ജസ്റ്റ് കയറും, പക്ഷെ പറയും മോൻ്റെ വീട്ടിൽ പോടും, മോൻ വിളിക്കുന്നു. പക്ഷേ ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് മകളാണ്. അതിനൊന്നും കണക്കില്ല. ഇൻ്റർനാഷണൽ ട്രിപ്പ് വരെ അച്ഛനമ്മമാർക്ക് സ്പോൺസർ ചെയ്ത് കൊണ്ടു വരുമ്പോഴത്തേക്കും പറയും, ഫ്ലൈറ്റിൽ കയറുമ്പോൾ നേരെ സൂക്ഷിക്കണമെന്ന് മോൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മോൻ പറഞ്ഞു ഇങ്ങനെയാണെന്ന്. അപ്പോൾ കേൾക്കുന്നവരെന്ത് വിചാരിക്കും? മകനാണിത് ചെയ്തതെന്ന്. പക്ഷേ മകൻ ആ കൂടെ ഈ 2 ഡയലോഗ് മാത്രമേ വിട്ടിട്ടുള്ളൂ. അമ്മയ്ക്ക് മുട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യണം, മകൻ പറയുകയാണ്, അയ്യോ അമ്മ ഡോക്ടർ ചിലപ്പോൾ സർജറിയൊക്കെ ചെയ്യണമെന്ന് പറയും, അമ്മ അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ, എനിക്കതൊക്കെ പേടിയാണ്. ആ ഒരു കൺസിഡറേഷൻ മകൻ്റെ. പക്ഷേ മകൾ പറയാൻ, ഇല്ല അമ്മ ചെയ്യണം, അത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്, ഒരുപാട് നടക്കാനൊന്നും പറ്റില്ല, കിടപ്പായി പോകും എന്ന്. ഇതിലാരാണ് ശരി? മകനാണോ മകളാണോ ശരി? നൈസായിട്ട് ഒരൊറ്റ ഡയലോഗ് കൊണ്ട് അവനവൻ്റെ റെസ്പോൺസിബിലിറ്റി ഊരിയില്ലേ മോൻ? ഇത് അച്ഛനമ്മമാർ മനസ്സിലാക്കുക.